എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. സൺഡേ സ്പെഷ്യൽ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ ഇൻട്രോയിൽ ചില ആളുകൾക്ക് ഡൗട്ട് തോന്നാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിന് മറുപടി ഞാൻ കൊടുക്കുകയാണ്. ഒരു കമന്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം അത് വന്നിരുന്നു. ഞാൻ അവിടെ ഒരു മറുപടി കൊടുത്തിരുന്നു. എന്നാൽ എല്ലാ ആളുകൾക്കുമായിട്ട് ഞാൻ അതിന്റെ മറുപടി പറയാം. എല്ലാവർക്കും നാടും നാട്ടുകാരും രാജ്യവും നന്നായാൽ മതി. ജസ്റ്റ് ഇന്നസെൻസ് കൺട്രീസ് പ്രോഗ്രസ് എന്നാൽ പിന്നെ മോണിറ്റൈസേഷനൊക്കെ ഓഫ് ചെയ്ത് ഇതൊരു സേവനമായി എടുത്താൽ പോരെ. ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മിക്കവാറും ഉള്ള എല്ലാ മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും ഒക്കെ അനുവർത്തിച്ചു വരുന്ന ഒരു രീതിയാണിത്. നമ്മളൊക്കെ റീൽ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പൊതുവായി എനിക്ക് തോന്നാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഈ ഉപദേശമാണ് കൂടുതൽ കൊടുക്കുന്നത്. എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത്, എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് നിയമം, എന്താണ് നിയമവിരുദ്ധം, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ബദലായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഒന്നും നിലവിൽ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും പല ആളുകളും അധിക്ഷേപിക്കുന്ന അടുപ്പുകൂട്ടി ചർച്ച എന്നൊക്കെ വിളിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ ആ ഒരു ഗ്രൂപ്പിൽ ഇരുന്നിട്ടുള്ള ചർച്ചകൾ പോലും പലപ്പോഴും ഇത്തരത്തിൽ തന്നെയാണ് നടക്കാറുള്ളത്. ചില ടോപ്പിക്കുകൾ ഒഴിച്ച് മിക്കവാറും ഉള്ള എല്ലാ ടോപ്പിക്കുകളും ഏറ്റവും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഔട്ട് ഓഫ് ഫോക്കസിലെ ആ ഒരു മാധ്യമപ്രവർത്തക സുഹൃത്തുക്കളെ പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കൃത്യമായിട്ട് അവർ പല കാര്യങ്ങളെ കുറിച്ചിട്ടും അപഗ്രഥനം നടത്താറുണ്ട്. നല്ല ഗംഭീരമായിട്ട് പഠിച്ചിട്ടാണ് അവരതിനെക്കുറിച്ച് പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും കാര്യങ്ങളുടെ ഒരു നിജസ്ഥിതി അറിയാൻ വേണ്ടി ആ ഒരു ചർച്ചയാണ് ഫോളോ ചെയ്യാറുള്ളത്. വൈകിട്ടുള്ള ആ ഒരു പ്രഹസനങ്ങൾ, കാർണിവൽ പരിപാടികൾ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത സംഗതിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിയമം, നിയമവിരുദ്ധം എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്ന, എന്താണ് സമൂഹത്തിന്റെ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ശരി തെറ്റ് എന്നൊക്കെ പറയുന്ന ആളുകളെ നന്മയോളികളായിട്ട് ആളുകൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഈ പറയുന്ന ഞാനടക്കമുള്ള ആൾക്കാർക്ക് ഈ സമൂഹം നന്നാവണം, നാട് നന്നാവണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെയാണ് പ്രയോറിറ്റി എന്ന ആളുകൾ വിചാരിക്കാറുണ്ട്. അങ്ങനെ വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെയൊക്കെ ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതേപോലെ തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ ബെനിഫിറ്റ്സും ഈ ഒരു കാര്യം നമ്മൾ വൃത്തിക്ക് ചെയ്യുന്ന സമയത്ത് ലഭിക്കാറുണ്ട്. ഞാനും മാധ്യമപ്രവർത്തനം പഠിച്ച ഒരു വ്യക്തിയാണ്. നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് ഒത്തിരിയധികം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പറ്റുന്നു. അതേപോലെ തന്നെ വളരെ ഫ്രീ ആയിട്ട്, ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന ആ ഒരു റൈറ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നു. പിന്നെ വളരെ എത്തിക്കലായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണാനായിട്ട് പറ്റുന്നു. ധാരാളം റിയാക്ഷൻ ചാനലുകളുണ്ട്, ട്രോൾ ചാനലുകളുണ്ട്. എനിക്ക് അത്തരത്തിലുള്ള ചാനലുകളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം എടുത്ത് റിയാക്ട് ചെയ്താൽ പോരാ. ഈ ഒരു കാര്യത്തെ, ഈ ഒരു ഇഷ്യൂവിനെ ഇങ്ങനെ കോമഡി ആയിട്ട് കണ്ടാൽ മാത്രം പോരാ. അതിനകത്ത് ഇന്ന വശങ്ങളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമാണ് പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോസിൽ അവലംബിക്കാറുള്ളത്. ഇതിനകത്തൊക്കെ കാര്യമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും മുഴുവൻ നന്മ, സമൂഹത്തിലെ ഒരു വലിയ മജോറിറ്റിയുടെ ആചാര സംരക്ഷണം, സമൂഹത്തിൻ്റെ ആ ഒരു മൊറാലിറ്റി എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ ആകുലപ്പെട്ട് സ്വന്തം ജീവിതം തന്നെ അതിനുവേണ്ടി ഒഴിഞ്ഞ് വെച്ച് ജീവിക്കുന്ന ഒത്തിരിയധികം മഹാത്മാക്കൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂരുണ്ട്, രാഹുൽ ഈശ്വറുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ സന്തോഷം, എൻ്റെ സാറ്റിസ്ഫാക്ഷൻ, എൻ്റെ കുടുംബത്തിന്റെ ഉന്നമനം, എന്നെ അറിയാവുന്ന ആളുകളെ, എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മാത്രം നന്മ, അവരുടെ സന്തോഷം, എൻ്റെ സുഹൃത്തുക്കളുടെ ഉന്നമനം എന്നീ കാര്യങ്ങൾ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്തരത്തിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മൾ ചെയ്യാനുള്ള ഡ്യൂട്ടീസ് ഭംഗിയായിട്ട് അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ, നമ്മുടെ തൊഴിൽ വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, അതുവഴി രാജ്യവും അതേപോലെ തന്നെ നാടും നന്നായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ കൊള്ളാം, വേണമെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അത് വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു നടപടിയായിരിക്കും. എന്നാൽ എനിക്ക് അങ്ങനെ പോകുന്നതാണ് വലിയ ഇഷ്ടം. ഞാൻ അത്ര വലിയ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളാണ് എന്ന് അവകാശപ്പെടുന്നില്ല. ഇനി മോണിറ്റൈസേഷൻ, വരുമാനം, മോണിറ്റൈസേഷനൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഓണാക്കി ഇടാറുണ്ട്. ആഡ്സ് ഒക്കെ കൃത്യമായി പ്ലേ ആവുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. ഫ്രീ ആയിട്ട് നമ്മൾ ഏതൊരു കാര്യവും ചെയ്താലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ ഫ്രീ ആയിട്ട് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? നമ്മുടെ രാജ്യത്തേക്ക് വരാനായിട്ടുള്ള വിദേശ നാണ്യം അവിടെ ബ്ലോക്ക് ആവുകയാണ്. എന്തിനാണ് കുറച്ച് ഡോളേഴ്സ് അവിടെ നിങ്ങളുടെയൊക്കെ കൊണ്ടുവരാനായിട്ടുള്ളൊരു വഴി നമ്മൾ അടയ്ക്കുന്നത്? ആ ഒരു ഡോളേഴ്സ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഒരിടത്തും പൂട്ടി വയ്ക്കുന്നൊന്നുമില്ല, മുഴുവൻ അങ്ങോട്ട് ചിലവാക്കും. അത് എത്തേണ്ട കൈകളിലേക്കൊക്കെ എത്താറുണ്ട്. അതേപോലെ തന്നെ കൃത്യമായിട്ട് ഇൻകം ടാക്സ് റിട്ടേണൊക്കെ ഫയൽ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അങ്ങനെയൊക്കെ പല സോഴ്സിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചതോടെ രാജ്യത്ത് ടാക്സ് അടയ്ക്കുന്ന വെറും 2% ആളുകളിലേക്ക് ഉടനെ പെടേണ്ടി വരുമെന്ന് അക്കൗണ്ടന്റ് പറയുകയുണ്ടായി. അവിടെയാണ് ഞാൻ വലിയൊരു സത്യം മനസ്സിലാക്കിയത്. വരുമാനം ഉണ്ടായി, സർക്കാർ അത് ചിലവായി പോയി, എൻ്റെ ടാക്സ് അടയ്ക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല. വരവിനനുസരിച്ചിട്ടുള്ള ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. ചിലവാക്കുന്ന നിങ്ങളുടെ ഇഷ്ടം. അപ്പം അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു 2%ലേക്ക് എൻട്രായി രാജ്യത്തിന് മുഴുവൻ ഗുണമുള്ള ഒരാളായിട്ട് മാറാൻ പറ്റുന്ന ഒരു അവസരത്തേക്ക് നമ്മൾ നിഷേധിക്കേണ്ടതുണ്ടോ? അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആർക്കും ഒന്നും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കേണ്ടതില്ല. നിങ്ങൾ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ജോലി ഏറ്റവും ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം.
നമ്മുടെ രാജ്യത്ത് പല ആളുകളും അവർ ചെയ്യേണ്ടുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യില്ല. അവിടെ കൈക്കൂലിയും വാങ്ങും, ബാക്കിയുള്ള ആളുകൾക്ക് അവകാശങ്ങൾ അതേപോലെ തന്നെ ചെയ്തു കൊടുക്കേണ്ട സേവനങ്ങൾ നിഷേധിക്കും, എന്നിട്ട് ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ കൊണ്ട് പൈസ ഇടും, എന്നിട്ട് അത് ചാരിറ്റിക്ക് പോകുമ്പോഴത്തേന് ആത്മസംതൃപ്തി അടയുകയാണ്. ശരിക്കും നിങ്ങളുടെ പണി കൃത്യമായിട്ട് ചെയ്താൽ പോരെ? ആശുപത്രികളിലും ഗവൺമെന്റ് ഓഫീസുകളിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരിയധികം ചാരിറ്റിയുടെ സ്കോപ്പ് പറയും. ഇനി ആദ്യത്തെ റീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് വളരെയധികം ഹാപ്പി ആയിട്ടുള്ള കുറേയധികം റീലുകളാണ് ഞാൻ ആദ്യം തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് നാൾ ഞാൻ ഒരു പരസ്യം കണ്ടു. ഒരു 3 മാസം പോലും ആവാത്ത ഒരു കൊച്ചിനെ, ഒരു ഡയപ്പറിന്റെ പരസ്യത്തിന്റെ കൊച്ചിനെ അമ്മ കൊണ്ടുവന്നിട്ട് അവതരിപ്പിക്കുകയാണ്. എന്റെ കുഞ്ഞിന് ഡയപ്പർ ഭയങ്കര ഇഷ്ടമാണ്, 100 ഡയപ്പർ കൊണ്ടെന്ന് വെച്ചാൽ ഈ പാക്കറ്റ് പൊട്ടിക്കുന്ന ശബ്ദം കേട്ട് അവൻ അറിയാം അവന്റെ ഏറ്റവും ക്യൂട്ട് ആൻഡ് സ്മൂത്ത് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡയപ്പറാണ് ഇതെന്ന്. 3 മാസം പോലും ആവാത്ത കൊച്ചിന് അവന് സ്വന്തമായിട്ടൊരു ചന്തിയുള്ള കാര്യം പോലും അറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചോ, മനസ്സിലായി? ആ കൊച്ചിനെ കൊണ്ടുവന്നിട്ടാണ്. അത് മാത്രമല്ല, എവിടെയെങ്കിലും ഒരു കൊച്ചു അലച്ചു തല്ലി മുന്നിയും കെട്ടി വീണ് കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുക്കേണ്ടതിൽ ആദ്യം തന്നെ ട്രൈപ്പോഡ് ക്യാമറ എടുക്കാൻ പോകുന്ന മാതാപിതാക്കളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇവര് വലുതായി പുറത്തിറങ്ങുമെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കുഞ്ഞിനെ പരിചയമില്ലേ? പിന്നെ എനിക്കറിയാം, കിടക്കയിലും ഉള്ളിയ വീഡിയോക്ക് 10 മില്യൺ ലൈക്ക് കിട്ടിയ കൊച്ചല്ലേ. മോൾക്ക് 18 വയസ്സാകുമ്പോഴും മുള്ളുന്നുണ്ടോ? അതായത് അച്ഛനും അമ്മയ്ക്ക് ഇതൊരു കണ്ടന്റ് മാത്രമായിരിക്കും, നാട്ടുകാർക്ക് തമാശ, ഈ പാവം കുട്ടികൾക്ക് ജീവിതകാലം മുഴുവനുള്ള ട്രോമ. ടെലിവിഷനിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുമൊക്കെ കാര്യമായിട്ടുള്ള ചേഞ്ച് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. 4 വർഷം മുൻപ് ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മളൊരു കണ്ടന്റ് ഇടുന്ന സമയത്ത് ഒത്തിരിയധികം ആളുകൾ വന്നിട്ട് കാര്യമൊന്നും മനസ്സിലാകാതെ നമ്മളെ തെറി വിളിക്കാറുണ്ടായിരുന്നു, നമ്മളെ ബുള്ളി ചെയ്യാറുണ്ടായിരുന്നു, നമ്മൾ പറയുന്ന എന്തോ വലിയ നന്മമരം കാര്യമാണെന്നൊക്കെ അവർ ആരോപിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ നേരെ ഉൾട്ടയടിച്ച് എല്ലാം തലതിരിഞ്ഞു. പണ്ടത്തേതുപോലെയുള്ള മറ്റേ ടോക്സിക് ആയിട്ടുള്ള മാസ് ഡയലോഗുകൾക്കൊന്നും സോഷ്യൽ മീഡിയയിൽ യാതൊരുവിധ അക്സെപ്റ്റൻസും ഇല്ല. അന്ന് ബുള്ളി ചെയ്തുകൊണ്ടിരുന്ന ആളുകളെയൊക്കെ തിരിച്ച് ബുള്ളി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. അത്രയധികം ആക്കി വിടുകയാണ്. എല്ലാ ആളുകൾക്കും 6-ാം നൂറ്റാണ്ടിലേക്കുള്ള ബസ് പിടിച്ചു കൊടുത്ത് വിടാനായിട്ടും അതേപോലെ തന്നെ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വളരെയധികം നിർഭയത്തോടെ വിമർശിക്കാനായിട്ടും ഒക്കെ ആളുകൾക്ക് ഒരു ആവത് വന്നിട്ടുണ്ട്. കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ വഴിയിൽ നിന്ന് സദാചാരം പറഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കണ്ടം വഴി ഓടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇപ്പൊ അക്സെപ്റ്റൻസ് ഇല്ലാതെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ, ഫാമിലി വ്ളോഗുകൾ, കുട്ടികളുടെ അവകാശങ്ങൾ, എങ്ങനെയാണ് കുട്ടികളോട് പെരുമാറേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ വന്നിട്ടുണ്ട്. കുട്ടികൾ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ സ്വന്തം പ്രോപ്പർട്ടി ഒന്നുമല്ല, അതുങ്ങൾ വേറെ ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മളെ പോലെ തന്നെയുള്ള അവകാശങ്ങൾ ആ കുട്ടികൾക്കും ഉണ്ട്. അപ്പൊ അതുങ്ങളുടെ കൺസെന്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് അതുങ്ങളെ സെല്ല് ചെയ്യരുത്, അതുങ്ങളുടെ വൾണറബിലിറ്റീസ് സെല്ല് ചെയ്യരുത്, അതുങ്ങളുടെ ചൈൽഡ്ഹുഡ് സെല്ല് ചെയ്യരുത്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബ്രീച്ച് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുങ്ങൾക്കൊരു വലിയ വിശ്വാസമുണ്ട്, അച്ഛനും അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ഒന്ന് കരയുന്ന സമയത്ത് ചേർത്ത് ആശ്വസിപ്പിക്കുന്നതിന് പകരം അത് വീഡിയോ എടുത്ത് നാട്ടുകാരെ മുഴുവൻ കാണിച്ച് ഈ കുട്ടിയെ അപമാനിക്കുക എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ഈ പേരൻസിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുപോലുള്ള കാര്യങ്ങളെ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസിൽ അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു മാറ്റമായി നോക്കിക്കാണുന്നു. അതേപോലെ തന്നെ ഈ നർമ്മം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഭയങ്കരമായിട്ടുള്ള ബോഡി ഷെയ്മിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലേ നർമ്മം വരൂ എന്നൊക്കെ ഇവിടെയുള്ള പല നർമ്മ കലാകാരന്മാരും അവകാശപ്പെടുക വരെ ഉണ്ടായി. എന്നാൽ ഇന്ന് മിക്കവാറും ചാനലുകളിൽ പുതിയ ക്രിയേറ്റേഴ്സ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലൊക്കെ ടോക്സിക് ഫ്രീ നർമ്മങ്ങൾ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഈ വെബ് സീരീസുകൾ അങ്ങനെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത റീലിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ ക്ലാസ്സിൽ എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോ അന്നേരം അവരാരും ഫ്രണ്ട്സ് കൂടുതലും എന്റെ അടുത്ത് അങ്ങനെ ഇരിക്കൊന്നുമില്ല. ഇരിക്കാനല്ല, ഇരിക്കും പക്ഷെ എന്നോട് മിണ്ടുകയല്ല, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോ അവരിങ്ങനെ എന്താ പറയാ, എല്ലാ കാര്യത്തിലും എന്നെ അവോയ്ഡ് ചെയ്യും. ഞാൻ ചെല്ലുമ്പോഴത്തേക്കും വിഷയം മാറ്റും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഒന്നും എന്നോട് പറയുകയല്ല, എന്തെങ്കിലും നോട്ട് വെക്കണേലൊക്കെ എന്നോട് ചോദിക്കുള്ളൂ. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ആരും കൂടെ കൂട്ടുന്നില്ല. കുറച്ച് പേര് ഉണ്ട്, 1-2 പേര്. അല്ലാതെ പൊതുവെ ഞാൻ ചെല്ലുമ്പോഴത്തേക്കും വിഷയം മാറ്റും, എന്നോട് പറയുകയല്ല, ഭയങ്കര പഠിപ്പി, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പൊ അതിങ്ങനെ പറയുമ്പോ എനിക്ക് എപ്പോഴും കരച്ചിൽ വരും. ഇപ്പോഴും അതെ, ചോദിച്ചാൽ കരച്ചിൽ വരും. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്, അതല്ലേ ഞാൻ പഠിക്കാതിരുന്നത്. ഇതിനൊപ്പം വിഷയം മാറ്റി ഞാൻ അടുത്ത് ചെറുതിൽ തൊട്ട് പഠിക്കാനായിട്ട് വളരെയധികം പിറകിലായിരുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷമങ്ങളൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇതിന് ഒരു മറുവശം കൂടിയുണ്ട്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളോട് ബാക്കിയുള്ള കുട്ടികൾ മിണ്ടാൻ മടിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു കോൺഫിഡൻസിൻ്റെ പ്രശ്നമാണ്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുമോ, അവരുടെ സമയം നമ്മൾ മെനക്കെടുത്തുന്നത് പോലെ ആവുമോ എന്നുള്ള ചിന്തകളൊക്കെ പലപ്പോഴും പല കുട്ടികൾക്കുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലെ ടീച്ചർ, ഞങ്ങൾ ക്ലാസ്സിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ലാസ് എടുക്കുന്ന സമയത്ത് വർത്താനം പറയുന്നത് വളരെ മോശമായിട്ടുള്ള സംഗതിയാണ്. പക്ഷെ എൻ്റെ അടുത്തിരിക്കുന്ന ആളും എന്നോട് വർത്താനം പറയുകയുണ്ടായി. അപ്പം ഞാൻ മറുപടി പറഞ്ഞു, ടീച്ചർ എന്നെയാണ് കണ്ടത്, ടീച്ചർ ഒറ്റ വർത്താനമാണ്, അവനോട്ട് പഠിക്കത്തുമില്ല, പഠിക്കുന്ന പിള്ളേരെ പഠിക്കാനായിട്ട് സമ്മതിക്കത്തുമില്ല. അതെനിക്ക് വലിയ വേദന ഉണ്ടാക്കി. ഞാൻ അറിഞ്ഞുകൊണ്ട് ആ കുട്ടി പഠിക്കാതിരിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അതിൽ പിന്നെ ഞാനിങ്ങനെ കാര്യമായിട്ട് ആലോചിക്കാറുണ്ട് ക്ലാസ്സിലേക്ക് ഇരിക്കുന്ന സമയത്ത്. എനിക്കിങ്ങനെ ക്ലാസ്സിൽ ഫുൾ ടൈം ഇങ്ങനെ അറ്റൻറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്ന
ഒരു സ്വഭാവമൊന്നുമില്ല. ഞാനിങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. പരീക്ഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ വായിച്ച് പഠിച്ച് പോയതും ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ ജയിക്കില്ല. ജയിച്ചില്ലെന്നുണ്ടെങ്കിൽ ജയിക്കാൻ വേണ്ടിയുള്ള പഠിത്തം പിന്നീട് പഠിക്കും. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ കൂടെ ഇരുന്ന് ബാക്കിയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണ്ടല്ലോ, അങ്ങനെയുള്ള എൻ്റെ കൂടെ കമ്പനി അടിച്ചിട്ട് ബാക്കിയുള്ള ആളുകളുടെ മാർക്ക് കുറയണ്ടല്ലോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. മേ ബി ആ ടീച്ചർ എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം. എന്നെപ്പോലുള്ള ചിന്തകളുള്ള ആൾക്കാർ ഇതിനകത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഗ്യാങ് എന്ന് പറയുന്നത് പലപ്പോഴും എന്നെപ്പോലെ തന്നെ പഠനത്തെ നോക്കിക്കാണുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഗ്യാങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ, പഠിക്കുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ മാർക്ക് കുറയും എന്നുള്ളൊരു ചിന്തയൊക്കെ എനിക്കുള്ളതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള ആളുകളെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അങ്ങനെ എൻ്റർടൈൻ ചെയ്യാറില്ല. മാറ്റി നിർത്തുന്നത് കൊണ്ടല്ല, അവർ നല്ല മാർക്കൊക്കെ വാങ്ങിച്ചോട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷനുള്ളതാണ് എൻ്റെ ക്ലാസ്സിലൊക്കെ എൻ്റെ കൂടെയൊക്കെ ഉള്ള ആളുകൾ നന്നായിട്ട് പഠിക്കണതാണ്. എനിക്ക് ഏറ്റവും ടെൻഷൻ ഇനിയിപ്പോൾ അവരുടെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ തലയിൽ വരുമോ എന്നുള്ള ഒരു ടെൻഷനാണ്. അപ്പോൾ അവർക്ക് മാർക്ക് കുറയുമ്പം ഞാൻ തോറ്റാലും എനിക്ക് ടെൻഷൻ എന്തുകൊണ്ട് അവർക്ക് മാർക്ക് കുറഞ്ഞു എന്നുള്ള കാര്യത്തിലൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സൈഡും കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ബാക്കിയുള്ള ആളുകൾക്ക് അത്രയധികം ദേഷ്യമോ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവരുടെ അടുത്തേക്ക് മിങ്കിൾ ആവാനായിട്ടുള്ള കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടും, അപ്പോൾ നമ്മളെപ്പോലെയൊക്കെയുള്ള ആളുകളുടെ തമാശകളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ചെറിയ പ്രായത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാൽ +2 കോളേജൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കാണും. ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് അലമ്പ് ചെയ്ത് നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കും. എന്നാൽ പിന്നീട് എക്സാം വരുന്ന സമയത്ത് നന്നായിട്ട് പഠിച്ചെഴുതുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിൽ നമുക്ക് ടെൻഷനില്ല. ഇങ്ങനെയുള്ള കുറേയധികം മാനസിക വിചാരങ്ങൾ ഇരുപക്ഷത്തുള്ള കുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ വിഷമിക്കൊന്നും വേണ്ട. പഠിക്കാത്ത കുട്ടികൾക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ട്. കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവരുടെ തലയിലേക്ക് വരിക. മിക്കവാറുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാർ അവരായിരിക്കും, എപ്പോഴും പിടിക്കപ്പെടുന്നവരായിരിക്കും. പിന്നെ എനിക്കൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കാലം മുതൽ ഇപ്പോൾ വരെ തുടരുന്ന ഒരു രീതിയാണ്, കണ്ണാടിയൊക്കെ ഉള്ളതുകൊണ്ട് പഠിക്കുന്ന ആളാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. എന്നിട്ട് ആ ഒരു പ്രതീക്ഷകൾ നമ്മുടെ തലയിലിരിക്കും. പരീക്ഷയുടെ റിസൾട്ട് വരുന്നത് വരെ നമുക്ക് സ്ട്രെസ്സാണ്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ആളുകൾക്കും മനസ്സിലാവില്ല, ഇവനെ മണ്ടൻ. പിന്നെ ആരും നമ്മളുടെ തലയിലേക്ക് അമിത പ്രതീക്ഷകൾ ഇട്ട് തരില്ല. നമുക്കൊരു സൈഡിൽ കൂടെ നൈസായിട്ടങ്ങ് മുന്നോട്ടേക്ക് പോകാം. ഒരു വ്യക്തിയെയും ഒരു കുടുംബത്തെയും ആകെ മൊത്തത്തിൽ സമ്മർദ്ദത്തിലാക്കുന്ന, സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിവിടുന്ന ഒരു സിറ്റുവേഷനാണ് ഒരു മെഡിക്കൽ എമർജൻസി എന്ന് പറയുന്നത്. നിങ്ങളുടെ 1 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ മുഴുവൻ വരുമാനവും നിങ്ങൾക്കൊരു ഹോസ്പിറ്റൽ ബില്ലായിട്ടൊക്കെ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് സുരക്ഷ നേടാൻ വേണ്ടിയാണ് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത്. മികച്ച ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സജസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്ന ആളുകൾക്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്ന് എനിക്ക് തോന്നിയ മികച്ച ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ഏത് ഇൻഷുറൻസ് ആണ് എന്നുണ്ടെങ്കിലും ഇൻഷുറൻസ് എടുക്കുന്ന സമയത്തും ക്ലെയിം സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും കൃത്യമായി രേഖകൾ പരിശോധിക്കുക. എല്ലാത്തിലും ഒരു കൃത്യത ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇൻഷുറൻസ് കമ്പനികളുടെ പൊതുവായിട്ടുള്ള ഒരു രീതിയാണ് ക്ലെയിം റിജക്ട് ചെയ്യുക എന്നുള്ളത്. അവരങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്ത ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള ഒരു ഇൻഷുറൻസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു സ്കൂളിൽ കുട്ടികൾക്ക് മുൻപിൽ നടത്തിയ ഒരു പ്രകടനമാണ്. കുട്ടികൾ തന്നെയാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് എന്തുകൊണ്ടാണ് അത്തരത്തിലൊക്കെ ഉള്ള ഒരു പ്രകടനം നടത്താനായിട്ട് തോന്നുന്നത്? ഇതിന്റെ കമന്റ് ബോക്സിൽ ചില ആളുകൾ അതിനെ ഒരു ഡാർക്ക് ഹ്യൂമർ ആയിട്ടൊക്കെ പറയുന്നുണ്ട്, ഇതൊരു ഹ്യൂമർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, ജനറലി നമ്മൾ റേസിസം എന്ന് പറയുന്ന കാര്യം, കളർ ഡിസ്ക്രിമിനേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ വേദന തോന്നിയത്, ഒരു പയ്യൻ ചിരിച്ചുകൊണ്ട് പെട്ടിക്കടിയിലേക്ക് പോവുകയാണ്. അവന് പിന്നീട് ഉയർത്തു വരാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവനെ അവിടെ അടിച്ചമർത്തി വേറൊരുത്തൻ ഉയർന്നു നിന്ന് ചിരിക്കുകയാണ്. അപ്പോൾ അവൻ അങ്ങനെ ചിരിക്കാനായിട്ടുള്ള, ഫൈനലി ക്ലൈമാക്സിൽ ചിരിച്ച് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു അവസരം എന്തുകൊണ്ടാണ് ലഭിക്കുന്നത്? അവൻ്റെ നിറം കൊണ്ടും വേറെ എന്തെങ്കിലുമൊക്കെ ബാഹ്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുമാണ്. അവിടെ താഴെ ഒരുത്തൻ ഇരിപ്പുണ്ട്, താഴെ ഒരു പയ്യൻ, അവനെപ്പോലെ തന്നെ കൺസിഡർ ചെയ്യേണ്ട, അവനിൽ നിന്ന് യാതൊരു വ്യത്യാസമില്ലാത്ത ഒരുത്തൻ അവിടെ പതുങ്ങിയിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പതുങ്ങിയിരിക്കേണ്ട ആൾ, അയാളുടെ സാഹചര്യം, എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, പലപ്പോഴും റിസർവേഷൻ എന്തിനാണെന്നൊക്കെ പല ആൾക്കാരും ചോദിക്കും. ഇതുപോലെ പതുങ്ങിയിരിക്കേണ്ടി വരുന്ന ചില ആളുകളുണ്ട്, ചില സാഹചര്യങ്ങളുണ്ട്. യാതൊരുവിധ രീതിയിലും പതുങ്ങിയിരിക്കേണ്ടാത്ത ആളുകളാണ് അവർ. അപ്പോൾ അവർക്ക് ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയും ഒന്ന് ഈക്വലായിട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ റിസർവേഷനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്ന ഒരു റീലാണ്, എനിക്ക് MBBSന് അഡ്മിഷൻ കിട്ടാത്തത്, എനിക്ക് മെഡിക്കൽ സീറ്റ്, എഞ്ചിനീയറിംഗ് സീറ്റ് കിട്ടാത്തത് ഞാൻ ജനറൽ ആയതുകൊണ്ടാണ്. കിട്ടാത്തവനും ബാക്കിയുള്ള 20%-ലോ 30%-ലോ ഉള്ള അതിലാണ് കണ്ണ്. ബാക്കിയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന റിസർവേഷനിലാണ് കണ്ണ്. കേട്ട് കഴിഞ്ഞാൽ തോന്നും റിസർവേഷനുള്ള ആളുകൾ മാത്രമേ അഡ്മിഷൻ നേടുന്നുള്ളൂ എന്നുള്ളത്. സ്വന്തം കാറ്റഗറിയിൽ തന്നെ കോമ്പീറ്റ് ചെയ്യാമല്ലോ.
എന്തിനാണ് എപ്പോഴും ബാക്കിയുള്ള ആളുകളുടെ അവകാശങ്ങളിലേക്ക് ഇങ്ങനെ കണ്ണു നട്ടിട്ട് അതിൽ നിന്ന് കിട്ടുമോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ജനറൽ കാറ്റഗറി ആണേ, എനിക്ക് ജീവിക്കാൻ വയ്യേ എന്നൊക്കെ വിചാരിച്ച് കരയുന്ന ആളുകൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷ്വലാണ് തൊട്ടു മുന്നേ ഞാൻ പ്ലേ ചെയ്തത്. കോണ്ടെക്സ്റ്റ് വേറെ ആണെന്നുണ്ടെങ്കിലും അതെപ്പോഴും മനസ്സിൽ വിചാരിക്കുക. പെട്ടിയിൽ പതുങ്ങിപ്പോവേണ്ടി വരുന്ന, താഴേക്ക് കുനിഞ്ഞിരിക്കേണ്ടി വരുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അത് പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് തോന്നത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ യാതൊരു വിധത്തിലും അങ്ങനെ കുനിഞ്ഞിരിക്കേണ്ട ആളുകളല്ല. അവിടെ വാഷിംഗ് പൗഡർ എടുത്ത് കാണിച്ച ആ കുട്ടിയോട് കുനിഞ്ഞിരിക്കാൻ പറഞ്ഞ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ ഒരു സ്ത്രീയാണ് സിസ്റ്റം. അപ്പോൾ അവരുടെ ആ ഒരു സമ്മർദ്ദങ്ങൾക്ക് ഇടയിൽ നിന്ന് അവർ ഉയർന്നു വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ റിസർവേഷൻ പോലുള്ള കാര്യമൊക്കെ എപ്പോഴും എടുത്തു പറയുന്നത്. അപ്പോൾ ആ ഒരു വിഷയം എപ്പോഴും മൈൻഡിൽ വരിക. എന്നിട്ടും ഒരു കുറ്റബോധമില്ല, അവൻ്റെ റിസർവേഷനിലാണ് കണ്ണ് എന്നുണ്ടെങ്കിൽ തുടർന്നോളുക. രാജ്യത്തൊരു നിയമം ഉണ്ടല്ലോ. പുരുഷ സ്ഥലങ്ങളിൽ സ്ത്രീകൾ നിർബന്ധമായിട്ട് കടന്നിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാണെന്നറിയാവോ, നിങ്ങൾക്കറിയാതൊരു ഭാഷ പുരുഷന്മാർക്കുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളെക്കുറിച്ച് പറയാൻ ഒരു ഭാഷയും, നിങ്ങളുള്ളപ്പോൾ നിങ്ങളെക്കുറിച്ച് പറയാൻ വേറൊരു ഭാഷയാണ് ഞങ്ങൾ ഉപയോഗിക്കുക. ജാതിയിലും ഇത് തന്നെയാണ്. ഞാനുള്ളപ്പം ദളിതരെക്കുറിച്ച് തേനും പാലും ഒഴുകുന്ന വർത്താനം പറയും. ഞാനില്ലാത്തപ്പം തിരിച്ചും പറയും. ഇത് കാസ്റ്റിനും ജെൻഡറിനും രണ്ട് ലാംഗ്വേജ്, ഇരട്ട നാവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. സണ്ണിയം കപ്പിക്കാടിനെ നിങ്ങൾക്കറിയാം. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേയധികം റീഡിങ്സ് നിങ്ങൾക്ക് വായിക്കാനായിട്ട് പറ്റും. അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ട് ഭാഷ ജെൻഡറിനും കാസ്റ്റിനും ഉണ്ട്. ഇപ്പം മതത്തിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം അന്യമതക്കാരനെ കാണുന്ന സമയത്ത് BJP-ക്കാർ പറയുന്ന ഒരു പ്രത്യേക ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ക്രിസ്ത്യൻ സഹോദരൻ, മുസ്ലിം സഹോദരൻ, എനിക്ക് ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ട്, മുസ്ലിം സുഹൃത്തുക്കളുണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഷ, അതും ഈ രണ്ട് ഭാഷയിൽ പെട്ട ഭാഷയാണ്. സ്ത്രീകളെ കുറിച്ചിട്ട് പുരുഷന്മാർ അവരുടെ സ്വകാര്യ ഇടങ്ങളിൽ പല കാര്യങ്ങളും പറയും. ഈ കാര്യങ്ങൾ പറഞ്ഞ് അതവിടെ നിർത്തിക്കോണം, പ്രവൃത്തിയിലേക്ക് വരരുത് എന്നുള്ളതാണ്. ഈ സ്വകാര്യ ഇടങ്ങളിൽ അത് പറയുന്നതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരാനായിട്ട് പറ്റും. അവിടെയാണ് നമ്മൾ നല്ലൊരു മാറ്റം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മളിൽ പല ആളുകൾക്കും വലിയ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വരുത്താൻ പറ്റാത്ത നമ്മുടെ കണ്ടീഷനിങ് കൊണ്ടായിരിക്കും. നിങ്ങളുടെ സ്വകാര്യ ഇടങ്ങളിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും അതാരെ എഫക്റ്റ് ചെയ്യുന്നില്ല. പൊതുവിടങ്ങളിൽ ഇത് പറയാൻ പാടില്ലാത്തതാണ് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വേണം. അത് പൊതുവിടത്തിൽ പറയരുത് എന്നുള്ള മിനിമം മര്യാദ മാത്രമേ പലപ്പോഴും ഈ ജാതിയുടെ കാര്യത്തിലും മതത്തിൻ്റെ കാര്യത്തിലും കാസ്റ്റിൻ്റെ കാര്യത്തിലുമൊക്കെ മിനിമം പല ആളുകളും ഇപ്പോൾ ആവശ്യപ്പെടുന്നുള്ളൂ, സൊസൈറ്റി നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു മര്യാദയെങ്കിലും കാണിക്കുക. അങ്ങനെ പതുക്കെ 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 നമ്മുടെ സ്വകാര്യ ഇടങ്ങളിൽ നിന്നും ആ ഒരു വർത്തമാനങ്ങളൊക്കെ അങ്ങ് പോയി കിട്ടും. ഇനിയുള്ള റീല് ഹിന്ദിയിലാണ്, ഞാനത് മലയാളത്തിലേക്ക് ഇവിടെ വായിക്കാം. ഭഗവാൻ രാമന്റെ അനിയൻ ലക്ഷ്മണന് ശക്തി ബാണമേറ്റു. അത് പറ്റിയപ്പോൾ അദ്ദേഹം സ്വയം ഭഗവാനല്ലേ, അദ്ദേഹത്തിന് അത് മന്ത്രം ചൊല്ലി മാറ്റാമായിരുന്നില്ലേ? ഓം സംതിങ്. ലക്ഷ്മണന് ശരിയാകുമായിരുന്നല്ലോ, പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. എത്രയും പെട്ടെന്ന് ഒരു വൈദ്യനെ കൂട്ടി വരൂ. എന്നിട്ടോ ശത്രുവായ രാവണന്റെ വൈദ്യനെ കൂട്ടി വന്നു. വൈദ്യൻ വന്നിട്ടും എന്തെങ്കിലും മന്ത്രം ചൊല്ലുകയാണോ ചെയ്തത്? അല്ല. അദ്ദേഹം പറഞ്ഞു, സൂര്യോദയത്തിന് മുൻപേ മൃതസഞ്ജീവനി കൊണ്ടുവന്നില്ലെങ്കിൽ ജീവന് ആപത്താണ്. ഹനുമാൻ പോയി ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് മരുന്ന് കൊണ്ടുവന്നു. ഭഗവാൻ സ്വയം മാനവികതയുടെയും വിദ്യയുടെയും ചികിത്സയുടെയും നീതി ന്യായമായി നടപ്പിലാക്കിയപ്പോൾ ലക്ഷ്മണന്റെ ജീവൻ രക്ഷപ്പെട്ടു. പിന്നെ ആരാണ് നിങ്ങളുടെ തലയിൽ കൈവച്ച് എല്ലാം ശരിയാക്കി തരാമെന്ന് പറയുന്നത്? ആരാണ് നിങ്ങളുടെ ധനം ഇരട്ടിപ്പിക്കാമെന്ന് പറയുന്നത്? വിദ്യാഭ്യാസം വേണ്ട, ഞാൻ തലയിൽ കൈവച്ച് നിങ്ങളുടെ കുട്ടിയെ പാസ്സാക്കി തരാം എന്ന് പറയുന്നത്? ഇത് ധർമ്മത്തിന്റെ ഏത് നീതിയാണ്, എന്ത് വ്യവസ്ഥയാണ്? എനിക്ക് തോന്നുന്നു ഇത് ധർമ്മത്തിന്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. നമ്മൾ മാറേണ്ടതുണ്ട്. അന്ധമായ ആരാധനയോടെ പ്രാചീന പുസ്തകങ്ങളിലെ കഥകളെ നമ്മൾ മതമാക്കി മാറ്റുന്ന സമയത്തും അതിലെ കഥാപാത്രങ്ങളെ നമ്മൾ ദൈവങ്ങളായിട്ട് ആരാധിക്കുന്ന സമയത്തും ഈ ലോജിക്കിന് തീരെ പ്രാധാന്യം കൊടുക്കാറില്ല. അതിനുള്ളിലെ ലോജിക്കിനെ പോലും വളച്ചൊടിച്ച് വേറെ രീതിയിൽ ഒരു അന്ധവിശ്വാസമായിട്ട് പ്രചരിപ്പിക്കുന്ന രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കും. എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള അന്ധവിശ്വാസങ്ങളാണ്, ആചാരങ്ങളാണ് ഉണ്ടായി വരുന്നത്. ഒരു ആചാരം വളരെ വ്യത്യസ്തമായിട്ടുള്ളതൊന്ന് കണ്ടതാണ്, സിഗരറ്റ് വലിക്കുന്ന ഒരു പ്രതിഷ്ഠ. देवासाठी सिगरेटचा प्रसाद कधी बघितलाय का? चला दाखवतो. तर हे आहे श्री नरवाई देवीचं मंदिर, जे गुजरातच्या द्वारकामध्ये स्थित आहे. आणि इथे सुंदर अशी देवीची मूर्ती सुद्धा स्थापित केलेली आहे. आणि बाजूलाच मामादेव म्हणजेच देवीचा भाऊ यांची पूजा केली जाते. यांना आवडणाऱ्या गोष्टी म्हणजे गुलाब, इत्तर आणि सिगरेट. मग जो कोणी भाविक इथे दर्शनासाठी येतो तो मामादेवांसाठी सिगरेट पेटवल्याशिवाय कधीच जात नाही. जब मामा ने प्रश्न में बाकायदा आपको दिखेगा, देखो अभी नॉर्मल चल रहा है.
അവിടെ വെച്ചാൽ സിഗരറ്റ് തന്നെ വലിഞ്ഞു തീരും എന്നുള്ളതാണ് പറയുന്നത്. സിഗരറ്റ് അങ്ങനെ വെറുതെ വെച്ചാലും വലിഞ്ഞു തീരുന്ന ഒരു സംഗതിയല്ലേ. വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളാണ്. പലപ്പോഴും ആചാരങ്ങൾ പിറക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ചില പ്രവൃത്തി കൊണ്ടൊക്കെ ആയിരിക്കാം. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിൽ ഒരു മഞ്ജുപറ ക്ഷേത്രമില്ലേ, ഒരിക്കലും ഒരു ന്യൂസ് സ്റ്റോറി കവർ ചെയ്യാൻ വേണ്ടി അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. ഒരു കുട്ടി അവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്ന സമയത്ത് അവിടെ കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, കയ്യിലൊരു മഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു കുട്ടിയുടെ ആവശ്യങ്ങളോ എന്തോ അസുഖങ്ങളോ അതുകൊണ്ട് മാറിയതുകൊണ്ട് അതൊരു കാഴ്ച വസ്തുവായിട്ട് വരികയാണ്. മഞ്ച് കൊണ്ട് പറയൊക്കെ അവിടെ നേരുകയാണ്. തൊട്ടടുത്തൊരു ചെറിയ കടയുണ്ട്, അവർക്ക് കാര്യമായിട്ടുള്ള കച്ചവടം ഉണ്ടാവും. ഇതുകൊണ്ട് അവിടെ നിന്ന് മഞ്ച് വാങ്ങിച്ച് നമ്മൾ ഇവിടെ കൊണ്ടേ അർപ്പിക്കണം എന്നുള്ളതാണ്. വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ ഉണ്ടാവുകയാണ്. മഞ്ച് പറ ക്ഷേത്രം അങ്ങനെ കണ്ടാണ് അതിൻ്റെ പേര്. ആലപ്പുഴയുള്ള ആളുകൾക്കറിയാം. നന്നായി കുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു കേരള ഡിഷിൽ കറിവേപ്പിലേക്ക് എത്ര പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യം രാഹുൽ ഈശ്വറിന് ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോസിൽ ഞാൻ കൊടുക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ കച്ചവട പരിപാടി പ്രൊമോഷൻ നമ്മളൊരു റിയാക്ഷനാക്കി മാറ്റുകയാണ്. ഫെമിനിസം പൊതുവെ ഫാഷനബിൾ ആക്കാറുണ്ട്. എന്നാൽ ഫെമിനാസിസത്തിനെതിരെയുള്ള പോരാട്ടം കൂടി നമുക്ക് ഫാഷനബിൾ ആക്കിയാലോ? എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ടീഷർട്ടുകൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഇത് മെൻസ് കമ്മീഷൻ ടീഷർട്ടുകൾ ആൻഡ് ഫെമിനാസിസം എന്ന് പറയുന്ന പാട്രിയാർക്ക് ആൻഡ് കോയുടെ ഇനീഷ്യേറ്റീവ് ആണ്. എനിക്ക് വളരെ ബ്രില്യന്റ് ആയിട്ട് ഇനീഷ്യേറ്റീവ് ആയിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ഒരുപാട് ബ്രാൻഡ് പ്രൊമോഷൻ ഒക്കെ എനിക്ക് വരാറുണ്ട്. പക്ഷേ ഞാൻ ആ കാര്യങ്ങളൊന്നും എടുക്കാൻ. പക്ഷേ ഇത് ആശയപരമായ ദാർശനികമായ ഒരു പോരാട്ടമാണ്. ഈ തീവ്ര ഫെമിനാസിസത്തിനെതിരെ ഒരു ഫൈറ്റാണ്. ഈ ഫെമിനാസിസം കുടുംബ സംവിധാനത്തെ ഇല്ലാതാക്കും, സ്ത്രീ പുരുഷന്മാരെ ഇല്ലാതാക്കും, കുട്ടികളെ ഇല്ലാതാക്കും, വരുന്ന തലമുറയെ ഇല്ലാതാക്കും. കാര്യം ഇവർക്ക് ദൈവത്തിലോ വിശ്വാസത്തിലോ കുടുംബത്തിലോ സംസ്കാരത്തിലോ ഒന്നും വിശ്വാസമില്ല. ആ ഫെമിനാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന് പാട്രിയാർക്ക് ആൻഡ് കോയുടെ ഈ ഇനീഷ്യേറ്റീവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. പാട്രിയാർക്ക് ആൻഡ് കോയുടെ ഈ ടീഷർട്ടുകൾ എൻഡോസ് ചെയ്യുകയും ഇത് യഥാർത്ഥത്തിൽ ഒരു ടീഷർട്ട് അല്ല, അതൊരു മൂവ്മെന്റ് ആണ്. നിങ്ങൾക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാം ബയോ @patriarch.co ഇത് മേടിക്കാം. രാഹുൽ 50 എന്ന് എനിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും അവൈലബിൾ ആണ്. ഓർക്കുക, ഇത്തരം ഒരുപാട് ഫാഷനബിൾ ആയ കാര്യങ്ങൾ നമ്മുടെ യങ്സ്റ്റേഴ്സിൽ കൂടെ എത്തുമ്പോഴാണ് ഈ പുരുഷ കമ്മീഷൻ മൂവ്മെന്റ് കൂടുതൽ സാർത്ഥകമാകുന്നത്. സോ എൻഡോസ് patriarch.co ഇനീഷ്യേറ്റീവ്, ആ മെൻസ് കമ്മീഷൻ ടീഷർട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഐ ഹോപ്പ് യു വിൽ ലൈക്ക്. വീണ്ടും ഞാൻ ആ ഒരു സെയിം ഡയലോഗ് തന്നെ ചോദിക്കുകയാണ്. എന്നാ വിവരമുണ്ട് മാർക്കൊക്കെ? ഇവർ പറയുന്നതിനകത്ത് 5% കാര്യങ്ങൾ ന്യായമുള്ളതാണ് എന്നുണ്ടെങ്കിൽ ബാക്കി 95% കാര്യങ്ങളും വിഡ്ഢിത്തരങ്ങളായതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഈ ടീമിനെ എതിർക്കുന്നത്. വിവരമില്ലായ്മ, മങ്കത്തരം തന്നെയാണ് കയ്യിൽ. ഈ ഫെമിനിസം എന്ന് പറയുന്നത് ഒരു അധിനിവേശമാണ്, അത് എല്ലാ ആളുകളിലേക്ക് കടന്നു കയറുന്നു എന്നുള്ള ഒരു കാര്യത്തിനെതിരായിട്ടാണ് ഇവർ ഈ മെൻസ് കമ്മീഷൻ അല്ലെങ്കിൽ ഇവരുടെ മൂവ്മെന്റിനെ പറയുന്നത്. ഈ പാട്രിയാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പാട്രിയാർക്ക് ആൻഡ് കോ, ഏതോ ദാരിദ്ര്യം പിടിച്ച ഒരുത്തൻ സ്വന്തമായിട്ടൊരു ബനിയൻ കമ്പനി തുടങ്ങി അതിനിട്ടിരിക്കുന്ന ഒരു പേരാണ്. പാട്രിയാർക്ക് എന്നുള്ളതാണോ പ്രൊണൗൺസിയേഷൻ? എനിക്കറിയില്ല. എനിക്ക് ഉച്ചാരണ പിശക് മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ കാര്യമായിട്ടുണ്ട്. ദ മെയിൽ ഹെഡ് ഓഫ് എ ഫാമിലി ഓർ ട്രൈബ്, ഗോത്രപിതാവ്. Any of those biblical figures regarded as fathers of the human race, especially Abraham, Isaac and Jacob. ഒരു കൂട്ടത്തിന്റെ നേതാവിനെയാണ് പാട്രിയാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അഭിനിവേശമല്ലേ, അത്യാഗ്രഹമല്ലേ? നിങ്ങൾ ഒരു കൂട്ടം ആളുകളുടെ തന്തയായേക്കാം എന്നുള്ള ഒരു അത്യാഗ്രഹം. നിങ്ങളൊരു കൂട്ടത്തിന്റെ ലീഡർ ആവുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ക്വാളിറ്റീസിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ വ്യക്തിപ്രഭാവത്തിന്റെ അണ്ടറിൽ ആളുകൾ കണ്ണിനിരക്കാനായിട്ട് തോന്നുന്ന സമയത്താണ് നിങ്ങളൊരു കൂട്ടത്തിന്റെ ലീഡർ ആവുക. നിങ്ങൾ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളെ ഒരു ഗോത്രപിതാവ് അല്ലെങ്കിൽ ഒരു മേധാവി ആക്കില്ല. ശരിക്കും പറഞ്ഞാൽ കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ പറ്റാത്ത, ഒരു മെയിൽ എന്നുള്ള നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റാത്ത ആളുകളുടെ ഒരു അഭിനിവേശം, അത്യാഗ്രഹമാണ് ഈ പാട്രിയാർക്ക് ആവുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കേണ്ട ഒരു സംഗതിയാണ്. ഇത് അങ്ങനെയാണെന്നേ. ഇപ്പം ഏത് ജെൻഡറിൻ്റെ ആണെങ്കിലും ഇപ്പോൾ സെക്ഷലി അട്രാക്റ്റഡ് ആയിട്ടുള്ള 2 ആളുകൾക്കിടയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഡൊമിനന്റ് പാർട്ട്ണറും അല്ലാത്ത ഒരാളും സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട്. അത് ജന്തുക്കളിലൊക്കെ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് പുരുഷന്മാരോടാണ് മെയിൽ ഹെഡ് ഓഫ് എ ഫാമിലി ഓർ എ ട്രൈബ് ആവാൻ പറ്റുക? പാട്രിയാർക്ക് എന്നുള്ള ഒരു വേർഡ് കണ്ടതുകൊണ്ട് പറയുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പാർട്ണർഷിപ്പിലെ ഡൊമിനന്റ് പാർട്ട്ണർ ആവാൻ വേണ്ടി പറ്റുക? അത് നിങ്ങളുടെ ക്വാളിറ്റീസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ആ ഒരു പാർട്ണർഷിപ്പിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെയും ചില തീരുമാനങ്ങൾക്കനുസരിച്ച് സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ട സംഗതിയാണ്. നിങ്ങൾ രാഹുൽ ഈശ്വറിനെയും വട്ടിയൂർക്കാവ് വട്ടനെയൊക്കെ കൂട്ടിയിട്ട് ഒരു കമ്മീഷൻ ഉണ്ടാക്കിയതുകൊണ്ട് നിങ്ങളെ ഇവിടെ ഉള്ള ആളുകൾ മേധാവികളായിട്ട് അംഗീകരിക്കാനായിട്ടൊന്നും പോകുന്നില്ല. ഇത് നാച്ചുറൽ സെലക്ഷനാണ്. ജന്തുക്കളിലൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ സെയിം സെക്സിലുള്ള ആളുകൾ സെക്ഷലി അട്രാക്റ്റഡ് ആവുകയാണെങ്കിൽ അവർക്കിടയിൽ പോലും നമുക്ക് ഈ ഡൊമിനന്റ് പാർട്ണറെ കാണാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നാച്ചുറൽ സെലക്ഷനാണ്, നിങ്ങളുടെ ക്വാളിറ്റീസിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ആനകളുടെയൊക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആനകൾക്കും മെയ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം പോലും ലഭിക്കാറില്ല. ഇത് നാച്ചുറൽ സെലക്ഷനാണ്. ഫെമിനിസം വന്നതുകൊണ്ട് പുരുഷൻ എന്ന് പറയുന്ന ആ ഒരു ജെൻഡറിന്റെ ഇമ്പോർട്ടൻസ് ഒന്നും നഷ്ടപ്പെടുന്നില്ല. സ്ത്രീക്കും പുരുഷന് തുല്യമായിട്ടുള്ള
ഒരു മനുഷ്യത്വപരമായിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പാക്കപ്പെടും എന്നുള്ളതേ ഉള്ളൂ. പവർ കുറയാനായിട്ടുള്ള ഒരു സാഹചര്യവും ഇല്ല. പക്ഷേ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യപ്പെടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരിയധികം ആളുകൾ റിജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കുറേയധികം ആളുകൾക്ക് പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്നുള്ള പരാതികളൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ പെൺകുട്ടികളുടെ എണ്ണം കാര്യമായിട്ട് തന്നെ ഉണ്ട്. എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേയധികം സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, കുറേ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് പുരുഷന്മാർ ഉണ്ടാക്കിയത് ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഈ പുരുഷന്മാർ തന്നെ പല ആളുകളും മീറ്റ് ചെയ്യുന്നില്ല. അതൊക്കെ പുരുഷന്മാർ തന്നെ കാലങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ പണവും പ്രൊവൈഡർ ആവാം എന്നുള്ള സംഭവമൊക്കെ അവർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ സ്വഭാവ ദൂഷ്യം എന്ന് പറയുന്ന സംഗതി, കടന്നുകയറ്റം, എനിക്ക് മേധാവിയാവണം, ഞാൻ അടിച്ചമർത്തും എന്നൊക്കെ പറയുന്നതും ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതെല്ലാം കൂടെ കൂട്ടിക്കിഴിച്ച് ജന്തുശാസ്ത്രപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീറ്റ് ചെയ്യാനായിട്ട് ഒരു പാർട്ണറാണല്ലോ തപ്പുന്നത്. കൂട്ടിക്കിഴിച്ച് നോക്കുന്ന സമയത്ത് പല ആളുകൾക്കും അങ്ങോട്ട് ചേരുന്നില്ല ഒരു കൂട്ടം ആളുകൾ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിങ്ങനെ ഇവോൾവിങ് ആണ്. കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് ഡിമാൻഡും കാര്യങ്ങളൊക്കെ മാറും. അതേപോലെ തന്നെ രീതികൾ മാറും. ആ ഒരു കാലഘട്ടത്തിന് യോജിക്കുന്ന വ്യക്തിയായിട്ട് മാറുക. ആ ഒരു കാലഘട്ടത്തിന് യോജിക്കുന്ന ആണുങ്ങളല്ല നിങ്ങൾ. ഈ ഡൊമിനൻസ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് മേധാവിത്വം വേണമെന്ന് അലമുറയിട്ടിട്ട് ഒരു കാര്യമില്ല. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു നീഡല്ല നിങ്ങളുടെ ആ ഒരു അലമുറയിട്ടിട്ടുള്ള കരച്ചിലെന്ന് പറയുന്നത്. നിങ്ങളെപ്പോലുള്ള ആളുകളെ കിട്ടിയിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ അലമുറയിടുന്നല്ലാതെ നിങ്ങൾക്ക് ആ ഒരു മേധാവിത്വം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസിന് മീറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവില്ല എന്നുള്ളത് കൃത്യമായി പറയണം. ഒരു കാര്യം പ്രസന്റ് ചെയ്യാനായിട്ട് അറിയത്തില്ല, അവലോകനം നടത്താൻ അറിയത്തില്ല, അനലൈസ് ചെയ്യാനായിട്ട് അറിയത്തില്ല, വെറുതെ ഓരോരോ വാദങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. പെട്രിയാർക്ക് ആൻഡ് കോഡ് ബേനിയം വിൽക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അങ്ങനെ നടക്കുന്ന കാര്യമല്ലോ ചെയ്യും. ബേനിയനാകുമ്പം 10 കച്ചവടം പോകും. മറ്റേ പുരുഷ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് നടക്കുന്ന ഒരു കേസല്ല. അറ്റ്ലീസ്റ്റ് അതിൻ്റെ പ്രകടനങ്ങൾക്ക് പോകുമ്പോഴത്തേന് കാശ് കൊടുക്കാതെ പുറത്തുനിന്ന് ആൾ വരുന്ന ഒരു സിറ്റുവേഷനെങ്കിലും ആക്കിയിട്ട് നിങ്ങളിത് പറയുന്നതിനകത്ത് ഒരു ലോജിക്കുണ്ട്. പെട്രിയാർക്ക് ആൻഡ് കോ നിങ്ങൾ മറ്റേ ഫെമിനിസത്തിനെതിരെയാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ, അത് അധിനിവേശമാണ് എന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ പെട്രിയാർക്ക് ആൻഡ് കോടെ ബേനിയം വിൽക്കാൻ വേണ്ടി ഇറങ്ങില്ല. ആ ഒരു വേർഡിന്റെ മീനിങ് ഒക്കെ എന്താണ്? വ്യക്തിപരമായിട്ട് മനസ്സിനേറ്റ മുറിവുകളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം തോൽവി, സ്വന്തം കഴിവുകേട് ബാക്കിയുള്ള ആളുകളുടെ പ്രശ്നമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കിടയിൽ രൂപം കൊണ്ട ഒരു പരിപാടിയാണ് ഇവരുടെ ഈ പരിപാടി. വട്ടിയൂർക്കാവ് അജിത് കുമാർ അമ്മയ്ക്കും ഭാര്യയ്ക്കുമെതിരെ പടക്കോപ്പുകൾ ശേഖരിക്കാൻ വേണ്ടിയാണ് കമ്മീഷൻ രൂപീകരിച്ചത്. അവരെ കൊല്ലാമെന്നൊക്കെയുള്ള ആഹ്വാനം നടത്തിയായിട്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസിൽ കേട്ടതാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വർ കണ്ടില്ലേ, എന്തൊരു ചൈൽഡിഷ് എന്ന് പറയാൻ പറ്റത്തില്ല. പിള്ളേർക്ക് ഇതിനേക്കാളും ബോധമുണ്ട്. എന്തൊരു ഫൂളിഷ് ആയിട്ടാണ് ബോച്ചെ വേറൊരു സെലിബ്രിറ്റിയെ കൊണ്ടുവന്ന സമയത്ത് ഹണി റോസിൻ്റെ അടുത്ത് പോയി കെറിവ് പറയുന്നത്. കണ്ടില്ലേ എന്നൊക്കെ ഉള്ളത്. ഇത്ര ബോധമുള്ളൂ ഈ ടീമിന്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ നീഡല്ല എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. പുരുഷ കമ്മീഷനിലുള്ള ആളുകളെ ഞാൻ വിഷമിപ്പിച്ചു എന്നുണ്ടെങ്കിൽ അവർക്ക് വിഷമം മാറ്റാൻ വേണ്ടി കൊച്ചുകുട്ടിയുടെ ഒരു കവിത ആലാപനം ഞാൻ ഇട്ട് കൊടുക്കാം. അമ്മ നന്നായി കഴുകിയാലും ഏട്ടൻ നന്നായി കഴുകിയാലും ഞാൻ നന്നായി കഴുകിയാലും പ്ലേറ്റ് പിണങ്ങില്ല. 1ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ ഒരു ചാപ്റ്ററാണ്. ഇതൊക്കെയാണ് കേൾക്കേണ്ടത്. ഈ മറ്റേ ബലഹീനർക്ക് ഇതൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുറ്റമടിച്ചു കഴിഞ്ഞാൽ വീണു പോകുന്ന ആണത്തം, പാത്രം കഴുകി കഴിഞ്ഞാൽ വീണു പോകുന്ന ആണത്തം, അല്ലെങ്കിൽ സ്ത്രീകൾ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ വീണു പോകുന്ന ആണത്തം, അത്തരത്തിൽ ഇങ്ങനെ താഴെ വീണ് മരിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ആണത്തമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ സർവൈവ് ചെയ്യില്ല. അപ്പം മുന്നേ ഉള്ള ആളുകളോട് എനിക്ക് അതാണ് പറയാനുള്ളത്. ഷർട്ടില് ബ്ലാക്ക് ടീഷർട്ട് കാണാൻ പോണ്ടല്ലോ. പെട്രിയാർക്ക് എന്ന് പറയുന്ന അഭിനിവേശം പോലെ തന്നെ ഉള്ളൊരു അഭിനിവേശമാണ് ദ മിസ്റ്റർ പെർഫെക്റ്റ് ആറ്റിറ്റ്യൂഡ് ബോയ്. സ്വന്തമായിട്ട് പുള്ളിയെ തന്നെ അങ്ങനെയാണ് വിളിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ധാരാളം സാധനങ്ങൾ വരും. അതിനകത്ത് ജെന്യുവനായിട്ട് എന്തെങ്കിലും ക്രിറ്റിസിസം നടത്താനായിട്ടുള്ള പോയിന്റ് ഉണ്ടെങ്കിൽ, അതിനുള്ള ആവതുണ്ടെങ്കിൽ എടുത്തിട്ട് വിമർശിക്കുക. തിരിച്ചും അതേപോലെ തന്നെ വരുന്ന സമയത്ത് മറുപടി കൊടുക്കാനായിട്ടുള്ള കെൽപ്പുണ്ടെങ്കിൽ അതിനടുത്ത് വിമർശിക്കുക. അല്ലാതെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന പരിപാടി പെർഫെക്റ്റ് ആറ്റിറ്റ്യൂഡുള്ള ബോയ്സിന് ചേർന്നല്ല. ഇങ്ങനെയുള്ള കുറേ എണ്ണത്തെ കാണാൻ പറ്റും. ചുമ്മാ ഏതെങ്കിലും റീലൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ താഴെ വന്നിട്ട് ഇവരാരാ, എനിക്കിവരെ ഒന്നും അറിയത്തില്ല, ഇവരെ അറിയത്തില്ലാത്തതുകൊണ്ട് അവർക്കും ഇവനെ അറിയത്തില്ലല്ലോ,
ഇങ്ങനെയൊക്കെ പറയുന്ന സ്വയം ഇങ്ങനെ നിർവൃതി കണ്ടെത്തുന്ന കുറേയധികം ആളുകളുണ്ട്. താനെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് നിർവൃതി കണ്ടെത്തുന്ന ആളുകളുണ്ട്. ശരിയാണ്, സോഷ്യൽ മീഡിയയിൽ കുറേയധികം അന്യായ വെറുപ്പിക്കലുകളുണ്ട്. നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ തെറിവിളിയൊക്കെയാണ് അവർക്കൊരു ബൂസ്റ്റ്. അവിടെയാണ് എൻഗേജ്മെന്റ് ഉണ്ടാകുന്നത്. അവോയ്ഡ് ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലത്. അല്ലാതെ കൊഞ്ഞനെ കുത്തി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മോശമാണെന്നേ ആളുകൾ പറയത്തുള്ളൂ. ഇപ്പൊ ഹസ്ബൻഡ് ആവണമെന്ന് പറയുന്നതിൽ താലിമാലയാണോ അതിന്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നല്ലോ? സ്ത്രീകൾ അങ്ങനെയാണല്ലോ പറയുന്നത്. നമ്മൾ ഈ ജനറേഷനിലുള്ളവർ അതൊക്കെ മാറ്റിക്കൊണ്ട് വരണേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ത്രൂ ആണ് നമ്മുടെ റിലേഷൻ മുന്നോട്ട് പോവാ. താലിട്ടില്ലെങ്കിൽ നിന്റെ ഹസ്ബൻഡ് എന്താണ് പെങ്ങളെ ഇത്? ആ ഇന്റർവ്യൂ തലച്ചോറ് എന്ന് പറയുന്നത് നമ്മൾ ന്യൂജൻ ഗൈസ്, ന്യൂജൻ ആളുകൾ അങ്ങനെ ഇതുപോലുള്ളവന്മാരൊക്കെ സെൽഫ് റോൾ അടിക്കുന്ന സമയത്ത് ചിന്തിക്കത്തില്ല സ്വന്തം ഐഡന്റിറ്റിയെ കുറിച്ചിട്ട്. ഇപ്പം ഈ പറഞ്ഞവൻ ഏതെങ്കിലുമൊക്കെ ഇന്ത്യയിലേക്ക് കടന്നു കയറി വന്ന ന്യൂനപക്ഷ മതത്തിൽപ്പെട്ട ഒരുത്തനാണ് എന്നുണ്ടെങ്കിൽ ആ മതത്തിലുള്ള ആചാരങ്ങളുടെ പിതൃത്വത്തെ കുറിച്ചിട്ട്, വിശ്വാസികളുടെ ആ ഒരു പിതൃത്വത്തെ കുറിച്ചിട്ട് വീണ്ടും ഒന്ന് ചിന്തിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താലിയൊക്കെ എവിടുന്ന് കടമെടുത്തതാണ്? അത് ഇന്ത്യൻ ട്രഡീഷനിൽ നിന്ന് കടമെടുത്തതാണ്. അബ്രഹാമിക് റിലീജിയൻസിന് അങ്ങനെ താലിയും മാങ്ങാത്തോലിയൊന്നും ഇല്ല. ഒരു നാണവും മാനവും ഇല്ലാതെ, പിതൃത്വം പോലും അവകാശപ്പെടാനില്ലാതെ ഏതവൻ്റെയൊക്കെയോ ആചാരങ്ങൾ പിന്തുടരുന്നവന്മാരാണ് ഈ മാസ് ഡയലോഗ് അടിക്കുന്നത്. ഞങ്ങളുടെ ട്രഡീഷനിലൊക്കെ ഉണ്ട്, ഞാൻ ക്രിസ്ത്യൻ മത ആചാരങ്ങൾ പ്രകാരമാണ് വിവാഹം കഴിച്ചത്, ഞങ്ങൾക്കും ഉണ്ട് താലി, പക്ഷേ അതിൽ കുരിശാണ് വെച്ചിരിക്കുന്നത്, നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ മറ്റേ ഫാൻറ്റസിയാണ്. ഭാര്യ നമ്മൾ അണിയിച്ചു കൊടുത്ത ഒരു മാല, അതിൻ്റെ അറ്റത്തൊരു ചെറിയ ലോക്കറ്റൊക്കെ ഇടുന്ന സമയത്ത് നമുക്കൊരു നിർവൃതി. പിന്നെ ഈ കാലഘട്ടത്തിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ താലി ഇടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് നിർബന്ധിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഫാൻറ്റസികളൊക്കെ നമ്മൾ മറ്റൊരാളുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറാതെ വെക്കണം. നമുക്ക് ഫാൻറ്റസികളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം, എനിക്കിങ്ങനെ ഞാൻ ഇട്ട് തന്ന ഒരു താലി നീ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഇഷ്ടമുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവർക്കത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധിക്കാനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല. ഇപ്പോൾ അവർ ഇട്ട് തന്ന മോതിരമൊക്കെ നമ്മൾ ഇട്ടുകൊണ്ട് നടക്കാറുണ്ടല്ലോ, എനിക്കിഷ്ടമാണ്, എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ഇതുപോലുള്ള ഒരു റൊമാൻറ്റിക് ഐഡൻറ്റിറ്റികളൊക്കെ, ഇങ്ങനെ ഭാര്യയുടെ പേരെഴുതിയ മോതിരം, അങ്ങനെ നമുക്ക് നമ്മുടെ ബന്ധത്തിൻ്റെ ചില റൊമാൻറ്റിക് സിംബൽസിനെ ആസ്വദിക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ല ഇതിനകത്തൊന്നും യാതൊരുവിധ നിർബന്ധമൊന്നുമില്ല. ഇത് ഇടാതെ നടക്കുമ്പോൾ നമ്മളോടുള്ള സ്നേഹം കുറയുകയാണ്, അല്ലെങ്കിൽ നമ്മളോടുള്ള വിശ്വാസം തകരുകയാണ് എന്നൊക്കെ ചിന്തിക്കുന്നത് എത്ര ബാലിശമായിട്ടുള്ള ചിന്തയായിരിക്കും. അത്ര വിശ്വാസം ഇല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ആസ്വദിക്കാനായിട്ട് പറ്റുക? ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ താലിമാല ഇപ്പോൾ ഇട്ട് കൊടുത്തതിന് വലിപ്പം കൂടുതലാണ്, അല്ലെങ്കിൽ അത് അത്ര ഭംഗിയുള്ളതല്ല എന്ന് പറഞ്ഞ് പലപ്പോഴും ആളുകൾ ഊരി വെക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് ആ ഒരു മാല മാറ്റിയിട്ടായിരിക്കും ഒരു നെക്ലസ് ഒക്കെ ഇടുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ ഇടണ്ട. അങ്ങനെയുള്ള ഫാൻറ്റസികൾക്കൊക്കെ അനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ ആസ്വാദനം കണ്ടെത്തുക. അത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക. അതും സ്നേഹവും ബന്ധമായിട്ടൊന്നും കൂട്ടിക്കുഴക്കാനായിട്ട് നിൽക്കരുത്. എല്ലാ വസ്തുക്കളിലും നിങ്ങളുടെ ബന്ധം കൊണ്ട് എങ്ങനെ വെക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു ബോറൻ ചെയ്തതായിരിക്കും അവൻ്റെ ഒരു മാസ് ഡയലോഗ്. പൊതുവെ എല്ലാ കുടുംബത്തിലും ഈ ആൺഭരണമാണല്ലോ, സ്ത്രീകളെന്ന് അടുക്കളയിൽ ഒതുക്കി കൂടി താമസിക്കേണ്ടവർ എന്ന് പറയുന്നവരാണല്ലോ. അതിൽ നിന്ന് ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ ചേച്ചി ഏത് തരത്തില് എന്ത് ചേഞ്ച് വരുത്താൻ? ഞാനിപ്പോൾ പറയുന്ന ഒരു മെത്തേഡ് ഇപ്പോഴും ഞാൻ പാലിക്കുന്നത്, ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് പുരുഷനായിക്കോട്ടെ സ്ത്രീകൾ ഒരു പടി താഴെ നിൽക്കണം, നിന്നേ പറ്റൂ. എന്റെ അഭിപ്രായമാണ്, എന്റെ പേഴ്സണൽ ലൈഫ് എടുത്ത് നോക്കുക എന്താ സംഭവിച്ചിട്ടുണ്ടാവുന്നു. ഞാനിപ്പോഴും 10 ഇത്രയും വർഷമായിട്ട് എന്റെ 15 മോനെ എന്റെ കുടുംബത്തിൽ നിൽക്കുന്ന ആളാ. ഒരു താന്നു കൊടുത്തു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാം. അത് ഇപ്പൊ അങ്ങനെ മുളകാണ് കയറി നമുക്ക് എന്ത് കിട്ടാൻ? അത് ഈ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതൊക്കെ പറയണതൊന്നുമില്ല. അവരാണുങ്ങളാണെങ്കിൽ ആണുങ്ങൾക്ക് ആണുങ്ങളുടെ ഒരു സ്ഥാനം കൊടുത്തു വെച്ച് നമ്മുടെ ഭർത്താവല്ലേ കൊടുത്തു. ഇത് പൗസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയാം, അല്ലെങ്കിൽ മറന്നു പോകും. ഇപ്പോൾ ഇത് തിരിച്ചു ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവരുടെ മുകളിൽ കയറി ഭരിച്ചിട്ട് പ്രത്യേകിച്ച് എന്ത് കിട്ടാനായിട്ടാണ്? ഇത്തിരി താഴ്ന്ന് കൊടുത്താലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പുരുഷന്മാരോടാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളിലും താഴ്ന്നു കൊടുക്കുകയും അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. നമ്മളങ്ങനെ താഴ്ന്നു കൊടുത്ത ഒരാളെ ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബഹുമാനം കൊടുക്കേണ്ട സാഹചര്യങ്ങളിൽ കൊടുക്കുക. പരസ്പര ധാരണയോടെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ആ മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടതാണ്. ബഹുമാനമൊന്നും നമുക്ക് പിടിച്ചു വാങ്ങാനായിട്ട് പറ്റില്ല. പരസ്പരം അത് കിട്ടണം, അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പുള്ളിക്കാരി പറഞ്ഞതിന്റെ ബാക്കി വെച്ചിട്ട് ഞാൻ പറയാം. അവരാണുങ്ങളാണെങ്കിൽ ആണുങ്ങൾക്ക് ആണുങ്ങളുടെ ഒരു സ്ഥാനം കൊടുത്തു വെച്ച് നമ്മുടെ ഭർത്താവല്ലേ കൊടുത്തോ, എന്താ തെറ്റ്? എനിക്ക് ആ ഭാഗത്തിനോട് ഞാൻ ചോദിക്കുന്നതാണ് എപ്പോഴും പറയാറുണ്ട്. ഞാൻ അതിന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല. ഇത് തന്നെ പറയാനുള്ളത്. നമ്മുടെ ഭാര്യയല്ലേ, ഇത്തിരി താന്നു കൊടുത്താലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ പെൺകുട്ടികളല്ലേ, ഇത്തിരി താന്നു കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. നമ്മുടേതല്ലേ എന്ന് ചിന്തിച്ചാൽ മതി. പരസ്പരം അങ്ങ് ചിന്തിച്ചാൽ മതി. നമ്മളൊന്നും വേറെ ആൾക്കാരുടെ അടുത്ത് താന്നു കൊടുക്കാനായിട്ട് പോകാറില്ലല്ലോ. ഇപ്പം ഈ ഡയലോഗ് ഓടിക്കുന്ന പല പുരുഷന്മാരും പല ആളുകളുടെ മുമ്പിൽ പോയി താന്ന് കൊടുത്ത് അവരുടെ വായിരിക്കുന്ന തെറി മൊത്തം കേൾക്കാറുണ്ട് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് വലിയ മെക്കിട്ട് കയറിയിട്ട് എന്താ അർത്ഥമാണ് ലൈഫിനുള്ളത്? കഴിഞ്ഞ ദിവസം ഒരു പ്രിയ സുഹൃത്ത് പറയുകയാണ്, സെയിൽസ് മാനേജറാണ് ഒരു ഷോറൂമിൽ. അവരുടെ ടീം ലീഡ് ഭയങ്കര തെറിയാണ്.
ഫാമിലി അവരെ തെറി വിളിക്കും, ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം ജോലി പോയി കഴിഞ്ഞാൽ പെടും. അങ്ങനെയുള്ള ഒത്തിരിയധികം സാഹചര്യങ്ങളെ ഫേസ് ചെയ്യുന്ന സമയത്ത് ഒന്നും മിണ്ടാൻ പറ്റാത്ത നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി നമുക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളുടെ അടുത്ത് വന്ന് മെക്കിട്ട് കയറുമ്പോൾ അത് എന്താ അർത്ഥമാണ് അതിനകത്തുള്ളത്? അപ്പോൾ പരസ്പര ബഹുമാനത്തോടെ പോവുക, അതേപോലെ തന്നെ അങ്ങനെ തെറി വിളിക്കുന്നവന്മാരെയൊക്കെ കൂട്ടമായിട്ട് നേരിടുക എന്നുള്ളതേ പറയാനുള്ളൂ. അങ്ങനെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് സെയിൽസ് ഉണ്ടാക്കാനായിട്ടാണ്? ഞാൻ എത്ര വലിയ ലേഡീസ് വന്നാലും ഞാൻ പറഞ്ഞു, എനിക്ക് ഒരാൾ ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ ഉച്ച സമയത്ത് ഞായറാഴ്ച എന്റെ വീട്ടിൽ ഫുഡ് ഭർത്താവും കുട്ടിയുണ്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പോയിട്ട് വരട്ടോ. പിന്നെ നിങ്ങൾക്ക് വേറെ പണിയില്ല, അവര് വേണേ എടുത്ത് കഴിക്കട്ടെ, നിങ്ങളാണ് വളം വെച്ച് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, മോളുടെ ഭർത്താവ് പെണ്ടാ ഇല്ല, ഡൈവോഴ്സ് ആയല്ലേ ഉണ്ടല്ലോ, എനിക്ക് താല്പര്യമില്ല, ഞാനൊന്ന് പോയിട്ട് വരട്ടെ, മോൻ ക്ലാസ് ഇല്ല, ഒരു ഞായറാഴ്ച എത്തി ചോറ് ഞാൻ വിളമ്പി കൊടുത്തിട്ടുണ്ട് വരുന്നത്, എന്റെ ചോറിന്റെ സമയമേ പോളൂ, ഒരു പ്രശ്നമില്ല, ഞാൻ ഉള്ളിലും വേണ്ടില്ല, അവിടെ നിന്നോട്ടെ. ഓടിച്ചെന്ന് അവർ ഫുഡ് എടുത്ത് വെച്ച് തിരിച്ചു വന്ന് ഞാൻ ജോയിൻ ചെയ്ത ആളാണ് ഞാൻ പറഞ്ഞത്. അത് വലിയ കാര്യമായിട്ട് പറയുന്നതല്ല, ലൈഫാണ്. കുറെയൊക്കെ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ആണോ ജീവിതം? അത് അഡ്ജസ്റ്റ്മെന്റ് അല്ല, സ്നേഹമാണത്. ചെയ്യുന്നതും അല്ലാതെ ചെയ്യുന്നതും രണ്ട് തരത്തിലുണ്ട്. ഞാൻ പറഞ്ഞ അത് സ്നേഹം കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റ് വേണ്ട, എന്തിനാ അഡ്ജസ്റ്റ്മെന്റ്? അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അത് അവർ ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്യുന്ന ആവശ്യമില്ല, സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാലോ. നമ്മളിതിനെ വേറെ രീതിയിലേക്ക് ചിന്തിക്കുന്നത്, അവർക്ക് അവരുടെ ഒരു സ്ഥാനം കൊടുത്താൽ പോരെ. പുള്ളിക്കാരി പറയുന്ന കാര്യം വേറൊരു രീതി പ്രസന്റ് ചെയ്താൽ തീരുന്ന പ്രശ്നമുള്ളൂ. ഇതൊക്കെ തിരിച്ചും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പുള്ളിക്കാരി ഒരു പരിപാടിക്ക് പോകുന്നു, ഞായറാഴ്ചയാണ്, പുള്ളിക്കാരിയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടും പുള്ളിക്കാരി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനായിട്ടും ഭർത്താവിനും മകനും ആഗ്രഹം ഉണ്ടായിരിക്കാം. അവർ പറയുകയാണ്, അമ്മ ഇങ്ങോട്ട് വരണ്ട, വേറെ ഒരു പരിപാടിയിൽ എൻഗേജ്ഡ് ആണല്ലോ, ഞങ്ങൾ കഴിച്ചോളാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വരണം. ഇതൊക്കെ പരസ്പരം വേണ്ടതാണെന്നേ. അതേപോലെ തന്നെ പുള്ളിക്കാരി പറഞ്ഞ ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിവോഴ്സ് ആയില്ലേ, ഡിവോഴ്സ് ആവാതിരിക്കാൻ വേണ്ടിയാണോ നിങ്ങളിങ്ങനെ ചില കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ഓടിപ്പിടി ചെയ്യുന്നത്? അങ്ങനെ ആവരുത് ഒരു ബന്ധം. നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ട്, ഇങ്ങനെയുള്ള ചില ഡ്യൂട്ടീസിൽ മൈന്യൂട്ടായിട്ടുള്ള ശ്രദ്ധ വയ്ക്കാത്തത് കൊണ്ട് ഡിവോഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഡിവോഴ്സ് ആവാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെത്ര ദുരന്തകരമായിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആപ്ലിക്കബിൾ ആണ്, അല്ലാതെ പുരുഷന്മാരല്ലേ താന്ന് നിൽക്കണം എന്നുള്ളതല്ല പറയുന്നത്. ഇത് ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയാണ്. ഈ പുരുഷനല്ലേ എന്ന് വിചാരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾ ജോലിക്ക് പോകുന്നില്ല, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഏറ്റവും ഭംഗിയായിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക. നിങ്ങൾ ജോലിക്ക് പോയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, വീട്ടിൽ ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളുടെ ഭാരം കുറയ്ക്കുന്ന രീതിയിലേക്ക് വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക, വീടിൻ്റെ ചില മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ചില കാര്യങ്ങളൊക്കെ വീട്ടിലെപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ബിൽസൊക്കെ അടയ്ക്കാനുണ്ടെങ്കിൽ ആ ഫണ്ട് കളക്ട് ചെയ്തോ ഓർമ്മിച്ച് അത് അടയ്ക്കുക. കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അയാളുടെ ഡയറ്റ് നോക്കുക. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുപോലെയൊക്കെ നിങ്ങൾക്ക് ഈ പാർട്ണർഷിപ്പ് മനോഹരമായിട്ട് മുന്നോട്ടേക്ക് ഉണ്ടാവും. ഇപ്പോൾ ഭക്ഷണം വിളമ്പി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സ്നേഹം കാണിക്കലാണ്. അത് ഒരു ഡ്യൂട്ടി അല്ല, അത് ചെയ്തെങ്കിൽ മാത്രമേ അവർ നമ്മളെ അംഗീകരിക്കത്തുള്ളൂ. ഡിവോഴ്സ് ചെയ്യാതൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയല്ല പറയേണ്ടത്. അതുപോലെയുള്ള സ്നേഹപ്രകടനങ്ങൾ അതൊക്കെ വ്യക്തിപരമാണ്. പക്ഷെ നമ്മുടെ ഇവിടെ ഇതുപോലുള്ള സ്നേഹപ്രകടനങ്ങൾ ഒരു ഡ്യൂട്ടിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ചോറ് വിളമ്പി കൊടുക്കുന്നതാണ് ഭാര്യയുടെ ഡ്യൂട്ടി എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്കാരി സ്നേഹത്തോടെ ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിലും ഇത് നാളെ മുതൽ ഇതൊരു ഡ്യൂട്ടി ആയിട്ട് അങ്ങ് മാറുകയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഡ്യൂറേഷൻ കൂടിപ്പോയി എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക.